നമ്മളിന്ന് ആലപ്പുഴ ജില്ലയിലെ അതിപുരാതനമായിട്ടുള്ള 3 പള്ളികളിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ പള്ളി എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലുള്ള തുമ്പോളിപ്പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് തോമസ് പള്ളിയാണ്. ഇതൊരു പ്രമുഖ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. തോമസ് ലീഹയുടെ നാമധേയത്തിലാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. അമലോത്ഭവ മാതയുടെ തിരുനാളും ഈ പള്ളിയെ പ്രശസ്തമാക്കുന്നുണ്ട്. 5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു ദേവാലയം കൂടിയാണ് തുമ്പോളി. 6-ാം നൂറ്റാണ്ടിൽ ഏതാനും മാർത്തോമാ ക്രിസ്ത്യാനികൾ തുമ്പോലിലേക്ക് വരികയും ആദ്യം ഓലമേഞ്ഞുള്ള ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് 1600-ലാണ് കല്ലും തടിയും ഉപയോഗിച്ച് പുതിയ പള്ളി സ്ഥാപിച്ചത്. കേരള സർക്കാരിൻ്റെ തീർത്ഥാടന ടൂറിസത്തിൽ ഉൾപ്പെട്ട ഒരു പള്ളി കൂടിയാണ് തുമ്പോളി പള്ളി. പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ എല്ലാ വർഷവും നവംബർ 27 തൊട്ട് ഡിസംബർ 15 വരെയാണ് ആഘോഷിക്കുന്നത്. 2030 നിലവിൽ ഈ പള്ളി സ്ഥാപിച്ചിട്ട് 300 വർഷം ആകുകയും അതുപോലെ തന്നെ ആദ്യത്തെ പള്ളി വന്നിട്ട് 430 വർഷം ആകുകയും ചെയ്യുന്ന ജൂബിലി ആഘോഷമാണ് നടക്കാൻ പോകുന്നത്. AD 6-ാം നൂറ്റാണ്ടിലെ ആദ്യ ഓലമേച്ചുള്ള പള്ളി സ്ഥാപിച്ചോട്ട് നോക്കുകയാണെങ്കിൽ തുമ്പോളിയുടെ ചരിത്രം ഏകദേശം 1200 വർഷത്തിലധികമാണ്. 1599-ലാണ് തുമ്പോളി മാതാവിൻ്റെ പെരുന്നാൾ ഔദ്യോഗികമായിട്ട് തുടങ്ങിയത്. ആലപ്പുഴ ജില്ലയിൽ ധാരാളം അതിപുരാതനമായിട്ടുള്ള ദേവാലയങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏറ്റവും പഴക്കം ചെന്ന 3 എണ്ണമാണ്. എൻ്റെ അറിവ് വെച്ചാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഇതിലും പഴക്കമുള്ള പള്ളികളൊക്കെ വേറെ ഉണ്ടാവാം. പള്ളിയിൽ തന്നെ ഈ കപ്പലിലിരിക്കുന്ന മാതാവിന് വേറൊരു ചരിത്രമുണ്ട്. 1600-ൽ പാരീസിൽ നിന്ന് മാതാവിൻ്റെ രൂപമായിട്ടൊരു കപ്പൽ വന്നു. കാറ്റും കോളും മൂലം ആലപ്പുഴയിൽ കടൽ തീരത്ത് കപ്പൽ ഉറച്ചുപോയി. അതിനുശേഷമാണ് കപ്പിത്താൻ ഈ രൂപം പള്ളിയിൽ ഏൽപ്പിച്ചത്. ഈ അത്ഭുത മാതാവിനെ കപ്പലോട്ടക്കാരി അമ്മ എന്നും വിളിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഈ കപ്പലിൻ്റെ സൈഡിലായിട്ട് തന്നെ കൊത്തിവെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും വർഷത്തെ കാലപ്പഴക്കം ഉണ്ടെങ്കിലും അതൊന്നും അറിയാതെയാണ് ഈ പള്ളി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. വിശ്വാസവും അതുപോലെ തന്നെ ചരിത്രങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇതുപോലത്തെ പള്ളികളിൽ തന്നെ നമ്മൾ വരണം. ഇൻഡോ പോർച്ചുഗീസ് ബറോക്ക് ശൈലിയിൽ കേരളത്തിൽ 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദേവാലയമാണിത്. ആലപ്പുഴ നഗരത്തിൽ നിന്ന് 6 കിലോമീറ്ററാണ് ഈ പള്ളിയിലേക്ക് വരാനുള്ള ദൂരം. പിന്നെ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തുമ്പോളി ചർച്ച് എന്നും പറഞ്ഞ് ലൊക്കേഷൻ ഇടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയിൽ തന്നെ വേറൊരു സ്ഥലത്താണ് ലൊക്കേഷൻ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ലൊക്കേഷൻ ഇടുമ്പോൾ സെൻറ്റ് തോമസ് ചർച്ച് തുമ്പോളിയിൽ നിന്നിട്ടാൽ കറക്റ്റായിട്ട് ഈ പള്ളിയുടെ മുമ്പിൽ തന്നെ നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടിയാണ് ഞാനീ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ധാരാളം പുരാതനമായിട്ടുള്ള ദേവാലയങ്ങൾ ഇതുപോലെ ഉണ്ട്. പുതിയ പള്ളികളിലൊക്കെ നമ്മൾ ധാരാളം പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പഴമയും ചരിത്രമൊക്കെ ചേർന്നൊരു പള്ളിയിൽ പോകുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. തുമ്പോളി മാതാവിൻ്റെ പ്രധാന നേർച്ച എന്ന് പറയുന്നത് പട്ടും കിരീടം സമർപ്പണമാണ്. കൂടാതെ സാരി സമർപ്പണമൊക്കെ ഉണ്ട്. ഈ പള്ളിയിലെ സന്ദർശന സമയം വരുന്നത് രാവിലെ 5:30 മുതൽ രാത്രി 8 മണി വരെയാണ്. ആലപ്പുഴയിലെ പള്ളികളൊക്കെ സന്ദർശിക്കാൻ വേണ്ടി വരുന്ന തീർത്ഥാടകർ ധാരാളമായിട്ട് ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പള്ളിയിൽ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും വന്ന് നോക്കുക. നമ്മൾ തുമ്പോളിപ്പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിനി നേരെ പോകുന്നത് അർത്തുങ്കൽ പള്ളിയിലേക്കാണ്. അർത്തുങ്കൽ പള്ളിയെ പറ്റി എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ ഈ പള്ളിയെ പറ്റി അറിയാനും സാധിക്കും. ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളവരായിരിക്കും. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി. സെയിൻറ്റ് ആൻഡ്രൂസ് ബസിലിക്ക എന്നാണ് ഈ പള്ളിയുടെ മുഴുവൻ പേര്. പോർച്ചുഗീസുകാർ പണിത ഈ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ പേരിലാണ്. 1584-ൽ പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റ ഫെനീഷ്യോ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ താല്പര്യമെടുത്തു. അതിനുശേഷം പള്ളി കല്ലിലും കുമ്മായത്തിലും പുതുക്കി നിർമ്മിക്കുകയും ചെയ്തു. ഫെനീഷ്യോയെ സാധാരണ ജനങ്ങളും ഭരണാധികാരികളും ഒരുപോലെ തന്നെ ബഹുമാനിക്കുകയും വിശുദ്ധനായി കണ്ട് ആദരിക്കുകയും ചെയ്തു. ജനങ്ങൾ യൂറോപ്യൻ പുരോഹിതനായ അദ്ദേഹത്തെ വെളുത്തച്ഛൻ എന്നാണ് വിളിച്ചിരുന്നത്. വെളുത്തച്ഛൻ എന്നത് പിന്നീട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മറ്റൊരു പേരായി മാറുകയാണുണ്ടായത്. 1632-ൽ ഫെനീഷ്യോ മരണമടയുകയും വലിയൊരു ജനാവലിയോടുകൂടി പള്ളിയുടെ അകത്ത് തന്നെ അടക്കുകയാണ് ചെയ്തത്. 1640-ൽ പള്ളി പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് പുനർനിർമ്മിച്ചു. ഗതാഗത സൗകര്യങ്ങളൊക്കെ കുറവായിരുന്ന കാലത്ത് പള്ളി പണിയാനായിട്ട് വള്ളങ്ങളിലാണ് കല്ലുകളൊക്കെ എത്തിച്ചുകൊണ്ടിരുന്നത്. ആ കാലയളവിലാണ് ഇറ്റലിയിലുള്ള മിലാനിൽ നിന്നുള്ള വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത്. 2010 ജൂലൈ 9-നാണ് പള്ളിയെ ബസിലിക്കയായിട്ട് ഉയർത്തുന്നത്. പള്ളിയുടെ ദീർഘകാലമായിട്ടുള്ള ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്താണ് പള്ളിയെ ബസിലിക്ക ആക്കിയത്. കേരളത്തിലെ 7ാമത്തെയും ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെ ബസിലിക്കയുമാണ് അർത്തുങ്കൽ പള്ളി. പള്ളിയുടെ തൊട്ടുപുറകിലായിട്ട് തന്നെ 1581-ലെ പഴയ ദേവാലയം നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പോഴും ഇവർ നന്നായിട്ട് തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നു. ആദ്യമായിട്ട് പള്ളിയിൽ വരുന്നവരാണെങ്കിൽ മുമ്പിൽ കാണുന്ന പള്ളിയിൽ മാത്രം കയറി പോകരുത്. അതിന് തൊട്ട് പുറകിലായിട്ട് തന്നെ ഈ പഴയ ദേവാലയവുമുണ്ട്. അവിടെ കൂടി സന്ദർശിക്കാൻ ശ്രമിക്കുക.
ഇത്രയും കാലപ്പഴക്കം ഉണ്ടെങ്കിൽ ഇന്നും വളരെ മനോഹരമായിട്ടാണ് ഇത് പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. അർത്തുങ്കൽ പള്ളി കാണാൻ വരുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഈ പുറകിലുള്ള ദേവാലയത്തിലും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പഴയ ദേവാലയത്തെക്കാളും കുറച്ചുകൂടി വലുതാക്കിയാണ് ഇപ്പോൾ കാണുന്ന ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ജനുവരി 10 ആരംഭിക്കുന്ന അർത്തുങ്കൽ തിരുനാൾ ജനുവരി 27 സമാപിക്കുന്നത്. ഈ തിരുനാളിന് ആരംഭമായിട്ട് ഉയർത്തുന്ന കൊടി പാലായിൽ നിന്നാണ് എത്തിക്കുന്നത്. ഈ കൊടി ആദ്യം ആലപ്പുഴ കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് അർത്തുങ്കൽ പള്ളിയിലേക്ക് കൊണ്ടുപോകും വഴി തുമ്പോളി മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച ശേഷമാണ് പള്ളിയിലേക്ക് എത്തിക്കുന്നത്. നല്ല ജനാവലിയോട് കൂടിയാണ് ഈ കൊടി പള്ളിയിലേക്ക് എത്തിക്കുന്നത്. മാറാരോഗങ്ങളൊക്കെ ഉള്ളവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അസുഖം ഭേദമാവും എന്നൊക്കെ പറയപ്പെടുന്നു. എന്തു തന്നെയാണെങ്കിലും ജാതി മത ഭേദമന്യേ ധാരാളം ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് പ്രാർത്ഥിക്കാനായിട്ട് എത്തുന്നത്. ഇപ്പോൾ നിലവിൽ പെരുന്നാൾ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ പന്തലുകളും കടക്കാരൊന്നും പോയിട്ടില്ല. ഈ പെരുന്നാൾ തുടങ്ങിക്കഴിഞ്ഞാൽ പള്ളിയുടെ മുമ്പിലായിട്ട് തന്നെ വലിയ പന്തലിടും. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാളിൻ്റെ സമയത്ത് വരുവാണെങ്കിൽ പള്ളിയുടെ ഭംഗി നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റില്ല. ഈ പന്തല കഴിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നല്ല മനോഹരമാണ് ഈ പള്ളി കാണാനായിട്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് തങ്കിപ്പള്ളിയിലേക്കാണ്. ആലപ്പുഴ ജില്ലയിൽ തന്നെ ചേർത്തലക്കടുത്തായിട്ടാണ് തങ്കിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. സെന്റ് മേരീസ് ഫെറോന പള്ളി എന്നാണ് ഈ പള്ളിയുടെ പൂർണ്ണ രൂപം. ഈ പള്ളിയിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുള്ള ഒരു തിരുസ്വരൂപം സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കിതിവിടെ വന്നു കഴിഞ്ഞാൽ കാണാനും സാധിക്കും. പെരുന്നാളിലാണ് ഈ രൂപം പുറത്തേക്ക് എടുക്കുന്നത്. കർത്താവിൻ്റെ തിരുസ്വരൂപം സംസ്കരിച്ചപ്പോഴുള്ള ആ കച്ചയുടെ അതേ തനി പകർപ്പാണ് ഈ കച്ച. പിന്നെ ഞാൻ കേട്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യേശുവിൻ്റെ ഈ രൂപത്തിൻ്റെ മുടി വളരുമെന്ന് പറയപ്പെടുന്നു. നമുക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. സാധാരണ ഒരു രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് യേശു ക്രിസ്തുവിൻ്റെ മുടി നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ പിന്നിലെ ചരിത്രം എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ കണ്ട മറ്റ് 2 പള്ളികൾ പോലെ തന്നെ ഒത്തിരി കാലപ്പഴക്കമുള്ളൊരു പള്ളി കൂടിയാണിത്. 1583 ആദ്യത്തെ ചാപ്പൽ ഇവിടെ സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നു. 1709 നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി ഈ പള്ളി പുതുക്കി പണിതു. അതിനൊക്കെ ശേഷം 1832 ഇത് സ്വതന്ത്രമായിട്ടുള്ളൊരു ദേവാലയമായിട്ട് സ്ഥാപിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലപ്പുഴ വരുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ 3 പള്ളികളിലും പോകാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ സന്ദർശിക്കാൻ മറക്കണ്ട. നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.